കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങുകയായിരുന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി സലീമിന് മരണം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഹൊസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതിയുടേതാണ് വിധി. പെൺകുട്ടിയുടെ കമ്മൽ വിൽക്കുവാൻ സഹായിച്ച സലീമിന്റെ സഹോദരി സുഹൈബയെ കോടതി പിരിയും വരെ തടവിനും 1000 രൂപ പിഴയടക്കുവാനും കോടതി ശിക്ഷിച്ചു. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ, അണങ്കൂർ, കാസർഗോഡ്. കോൺടാക്ട് 9562666617. കുടക് നപ്പോക്ക് സ്വദേശിയും കാഞ്ഞങ്ങാട്ടെ താമസക്കാരനുമായ PA സലീമിനെയാണ് ഹൊസ്ദുർഗ് അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി PM സുരേഷ് ശിക്ഷിച്ചത്. ഇരട്ട ജീവപര്യന്തവും മരണം വരെ തടവുമാണ് ശിക്ഷ. ഇതിനു പുറമെ 2 ലക്ഷം രൂപ പിഴയും പ്രതി അടയ്ക്കണം. പീഡനത്തിനിരയായ കുട്ടിയിൽ നിന്നും കവർന്ന കമ്മൽ വിൽക്കുവാൻ സഹായിച്ച പ്രതിയുടെ സഹോദരി സുഹൈബയെ കോടതി പിരിയും വരെ തടവിനും 1000 രൂപ പിഴയടക്കുവാനും കോടതി ശിക്ഷിച്ചു. കേസിൽ ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല എന്നത് ശ്രദ്ധേയമാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കൂടാതെ ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുവാൻ സഹായകരമായെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ A. ഗംഗാധരൻ പറഞ്ഞു. ഈ കേസിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു സാക്ഷി പോലും കൂറുമാറാതെ എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നൊരു കേസാണിത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ വിചാരിച്ചത് ഈ കേസിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിലും പോക്സോ ആക്ടിൻ്റെ 5M61 പ്രകാരം ഈ കേസിൽ ജീവപര്യന്തം തടവ്, ജീവിത അവസാനം വരെ തടവ് അനുഭവിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 374 കടത്തിക്കൊണ്ടുപോയ ആ കുറ്റത്തിന് ജീവപര്യന്തം, അങ്ങനെ 2 ജീവപര്യന്തം കൊടുത്തിട്ടുണ്ട്. ഒരു ജീവപര്യന്തം ജീവിത അവസാനം വരെ തടവ് അനുഭവിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ മറ്റ് വിവിധ വകുപ്പുകളിൽ പ്രകാരം 35 കൊല്ലത്തോളം തടവ് ശിക്ഷ വേറെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കോടതി വിധിയിൽ സംതൃപ്തനാണ്. ലീഗൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കുന്നുണ്ട്. വീണ്ടും പിന്നെ ഡെത്ത് കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ വീണ്ടും ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ സമീപിക്കുമെന്നാണ് എനിക്ക്. മാതാപിതാക്കളുടെ പ്രായാധിക്യവും വിവാഹിതനാണെന്നതും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ചും പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നത് കണക്കാക്കിയും വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. മെയ് 15 പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മുത്തച്ഛൻ പശുവിനെ കറക്കുവാൻ പോയ സമയത്ത് പ്രതി ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോകുകയും പീഡിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പീഡനശേഷം കമ്മൽ ഊരിയെടുത്ത് കുട്ടിയെ ഉപേക്ഷിച്ച് പ്രതി കടന്നുകളയുകയായിരുന്നു. സംഭവം നടന്ന് 10 ദിവസത്തിനകം തന്നെ പ്രതിയായ സലീം പിടിയിലായിരുന്നു. ഒളിവിൽ പോയ ഇയാളെ ആന്ധ്രയിലെ അടോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പിടികൂടിയത്. കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ച വിചാരണ വളരെ വേഗത്തിലാണ് കോടതി പൂർത്തിയാക്കിയത്. ഹൊസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന MP ആസാദാണ് 39 ദിവസങ്ങൾക്കകം അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിക്കെതിരെ IPCയിലെ വിവിധ വകുപ്പുകളും പോക്സോ നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറൽ, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കൽ, സ്വർണം കവർച്ച, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തൽ, കുട്ടിയെ മണിക്കൂറുകളോളം തടഞ്ഞുവയ്ക്കൽ എന്നിവയാണ് കുറ്റങ്ങളായി കോടതി വിശദീകരിച്ചത്. പ്രതിയുടെ സഹോദരിക്കെതിരെ IPC 414 പ്രകാരമാണ് കേസെടുത്തത്. 2022 ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിനുള്ളിൽ പീഡിപ്പിച്ച കേസിൽ മറ്റൊരു വിചാരണ കൂടി പ്രതിയായ സലീം നേരിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.